നമ്മൾ ഒരു ദിക്ർ പറയാൻ പോകുകയാണ്. ആ ദിക്ർ പറഞ്ഞാൽ 100 പ്രാവശ്യം ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അർശിന്റെ മുകളിൽ നിന്ന് അല്ലാഹു തആല അവനെ വിളിച്ചുകൊണ്ട് പറയും, നീ എന്നെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. അല്ലാഹു തൃപ്തിപ്പെടുത്തലാണ് ഈ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. നിനക്ക് എന്നെ തൃപ്തിയുണ്ട്, നിനക്ക് എന്നെ തൃപ്തിയുണ്ട്. അതുപോലെ തന്നെ നീ ഉദ്ദേശിക്കുന്നതെല്ലാം ചോദിച്ചോട് ഞാൻ നിനക്ക് തരാം. അതുപോലെ തന്നെ ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും ഈ പറയാൻ പോകുന്നത് ചൊല്ലിയാൽ അല്ലാഹുവിന്റെ സംരക്ഷണം ലഭിക്കുകയും പിശാചിനെ തൊട്ട് അവനെ സംരക്ഷിക്കുന്നതാണെന്ന് ഖുതുബുൽ ഖുലൂബ് എന്ന് പറയുന്ന കിതാബിൽ കാണാം. അത് നിങ്ങൾ പറയാൻ പോകുക പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. അല്ലാഹു തആല തൃപ്തിപ്പെട്ടിരിക്കുന്നു. നീ ചോദിച്ചോ, നീ ചോദിക്കുന്നതിന് വേണ്ടതെല്ലാം ചോദിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ആ ദിക്ർ പറയാണ്. അർശിന്റെ മുകളിൽ അല്ലാഹു തആല നമുക്ക് നമ്മളെ വിളിച്ചുകൊണ്ട് പറയാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ബിസ്മില്ലാഹി മാഷാ അല്ലാഹു ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാഷാ അല്ലാഹു കുല്ലു നിഅമത്തിൻ മിനല്ലാഹ് മാഷാ അല്ലാഹു മാഷാ അല്ലാഹുൽ ഖൈറു കുല്ലുഹു ബിയദില്ലാഹ് മാഷാ അല്ലാഹു ലാ യസ്രിഫു സൂഅ ഇല്ലാ ബില്ലാഹ്. ചൊല്ലിയാൽ അള്ളാഹുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ തന്നെ അറഫാ ദിവസം നാളെ ഏറ്റവും കൂടുതൽ ചെല്ലാനുള്ള ദിക്ർ റസൂലുള്ളാഹി എപ്പോഴും ദായിമായി ചൊല്ലിയതായ ദിക്റാണ്. അറഫാ ദിവസം അല്ലാഹുവിന്റെ റസൂല് ഏറ്റവും കൂടുതൽ ചൊല്ലിയ ദിക്ർ ചൊല്ലാറുള്ള ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു ബിയദിഹിൽ ഖൈർ وهو على كل شيء قدير. അറഫാ ദിവസം അല്ലാഹു തആലാവിന്റെ പ്രവാചകൻ ഏറ്റവും കൂടുതൽ ചൊല്ലാറുള്ള ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ദിക്ർ റസൂലുള്ളാഹി എപ്പോഴും ചൊല്ലാറുണ്ടായിരുന്നു. അല്ലാഹു തആല തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ഈ ദിക്ർ നല്ല ഉഷാറായിട്ട് ചൊല്ലണം, നല്ല ഉഷാറായിട്ട് ചൊല്ലണം. അല്ലാഹുക്ക് ഇഷ്ടപ്പെട്ട ഒരാളായി മാറണം, അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളായി മാറണം. അതിനാണ് ഇങ്ങനെയൊക്കെ ഒരുപാട് നമ്മൾ ചൊല്ലുന്നത്. അല്ലാഹു തആല കബൂലാക്കട്ടെ.